ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലേക്ക് SFIയുടെ മാർച്ച് ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് അവിടേക്ക് എത്തുകയാണ്. ഗവർണറുടെയും അതുപോലെ തന്നെ സർവകലാശാല ചാൻസലറായിട്ടുള്ള ഗവർണർ ആർലേക്കറുടെയും അതുപോലെ കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിൻ്റെയും സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടികൾ, ഏകപക്ഷീയ നടപടികൾ, ഇതിനെതിരായിട്ടുള്ള അതിശക്തമായ സമരമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. RSS കാവിക്കൊടിയേന്ത്യ RSS ഭാരതാംബ ചിത്രം സർവകലാശാല സെനറ്റ് ഹാളിലെ ഒരു പരിപാടിയിലേക്ക് എത്തിക്കുന്നതുമായി, അങ്ങനെ ഒരു പൊതുപരിപാടിയുടെ ഭാഗമാക്കുന്നതിന് എതിരെ സർവകലാശാലയുടെ രജിസ്ട്രാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു. ആ സെനറ്റ് ഹാൾ വാടകയ്ക്കെടുത്ത ആ സ്വകാര്യ സംഘടന അവർ നൽകിയ ഉറപ്പുകൾക്ക് വിരുദ്ധമായിട്ടാണ് അവിടെ പെരുമാറിയത് എന്ന ഘട്ടത്തിലാണ് ആ ചിത്രം മാറ്റണം എന്ന നിർദ്ദേശം രജിസ്ട്രാർ സ്വീകരിച്ചത്. ആ ഘട്ടത്തിൽ ഗവർണർ ആർലേക്കർ സർവകലാശാല ചാൻസലർ പരിപാടിയിൽ പങ്കെടുത്തു. അന്ന് തന്നെ രാത്രി അതിശക്തമായ സമരവുമായി SFI രംഗത്തു വന്നു. ഇതേ തുടർന്ന് വൈസ് ചാൻസലർ ഇന്നലെ ഏകപക്ഷീയമായി നടപടി സ്വീകരിച്ചു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു. കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അതിശക്തമായി ഇതിനെ ചോദ്യം ചെയ്തു. വൈസ് ചാൻസലർക്ക് അത്തരമൊരു അവകാശമില്ല, ഏകപക്ഷീയമായി ഇത്തരം നടപടിയെടുക്കാൻ, അതുപോലെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അവകാശമില്ല എന്ന നിലപാട് സ്വീകരിച്ചു. ആ നിലയിൽ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് പൂർണ്ണമായും പശ്ചാത്തലത്തിൽ ഇപ്പോൾ വളരെ ശക്തമായ പ്രതിഷേധം, കൂടുതൽ സംഘർഷത്തിലേക്കും മറ്റും കലാശിക്കുന്ന ചില രംഗങ്ങളൊക്കെ അവിടെ നിന്ന് കാണാം രാജ്ഭവന് മുന്നിൽ. സുലേഖ, എന്താണിപ്പോൾ അവിടെ സംഭവിക്കുന്നത്? സംഘർഷം ശരത്തെ, ഇപ്പോൾ SFI പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് വലിയ രീതിയിൽ തന്നെ SFI പ്രവർത്തകർക്കെതിരെ സാഹചര്യമുണ്ട്. ജനാധിപത്യപരമായി നടന്നൊരു പ്രതിഷേധ മാർച്ചാണ് ഇത്തരത്തിൽ. നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ VC-യുടെ അമിതാധികാരം ഉപയോഗിച്ച് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു. അത് അത്തരത്തിൽ പാടില്ല, അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് SFI ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. എന്തായാലും SFI പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറികടന്ന് പോയിട്ടുണ്ട്. ഈ മറികടന്ന പ്രവർത്തകരൊക്കെ തന്നെയും പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും രാജ്ഭവൻ മാർച്ച്, SFI നടത്തിയ രാജ്ഭവൻ മാർച്ച്, അത് രാജ്ഭവന്റെ ബാരിക്കേഡ് മറികടന്നിട്ടുണ്ട് എന്നത് തന്നെയാണ്. SFIയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം SK ആദർശ് അടക്കമുള്ള പ്രവർത്തകരാണ്, SFI വിദ്യാർത്ഥികളാണ് ഈ രാജ്ഭവൻ മാർച്ചിന് നേതൃത്വം നൽകുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു മാർച്ച് തന്നെയാണ് SFI രാജ്ഭവനിലേക്ക് ഇന്ന് നടത്തിയത്. ഇന്നലെയും ഇത്തരത്തിലുള്ള രാജ്ഭവൻ മാർച്ച് SFIയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇന്നും ഇത്തരത്തിൽ രാജ്ഭവൻ മാർച്ച് SFIയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാമെങ്കിൽ ഇത്തരത്തിൽ മറികടന്ന SFI പ്രവർത്തകരൊക്കെ തന്നെയും അവിടെ കൂടി നിന്ന് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ പോലീസ് വലിയ രീതിയിൽ തന്നെ SFI പ്രവർത്തകർക്കെതിരെ മർദ്ദിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ഒന്നും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരെയാണ് ഇത്തരത്തിൽ പോലീസ് ഇപ്പോൾ തടഞ്ഞു വെച്ചിട്ടുള്ളത്. വലിയ രീതിയിൽ തന്നെ ഉള്ള പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ SFIയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം SK ആദർശ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി നേതാക്കളാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിശക്തമായ ഒരു സമരത്തിനാണ് ഇപ്പോൾ രാജ്ഭവൻ സാക്ഷിയാവുന്നത്. ശക്തമായ ഒരു സമരത്തിനാണ് രാജ്ഭവൻ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. SFIയുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരം
ഗവർണർ, സർവകലാശാല ചാൻസലർ ആർലേക്കർക്കെതിരെ അതിശക്തമായ സമരം. ബാരിക്കേഡ് ഭേദിച്ചും രാജ്ഭവനിലേക്ക് കടക്കാൻ ശ്രമിച്ച SFI പ്രവർത്തകർ, അവർക്ക് നേരെ ബലം പ്രയോഗിക്കുന്ന പോലീസിനെ കാണാം. അതേ തുടർന്ന് അവിടെ ഉണ്ടായിട്ടുള്ള ഉന്തും തള്ളും സംഘർഷത്തിന്റെ സാഹചര്യം. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു സമരരംഗത്ത് നിന്ന് പിന്മാറാൻ തയ്യാറല്ല, സന്നദ്ധരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, എന്ന നിലപാടെടുത്തുകൊണ്ടാണ് SFI പ്രവർത്തകർ ഇപ്പോൾ അവിടെ കുത്തിയിരുന്ന് സമരം ചെയ്യുന്നത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നടപടികൾ, രാജ്ഭവനിലെ പൊതുപരിപാടികളിൽ കാവിക്കൊടിയേന്തിയ RSS സ്ത്രീയെ പൊതുപരിപാടികളിൽ രാജ്ഭവനിൽ നിന്ന് പുറത്തെത്തിച്ച് പരിപാടികളിലാകെ, ഗവർണറും ചാൻസലറുമായിട്ടുള്ള ആർലേക്കറുടെ പരിപാടികളിലാകെ ഇതൊരു സ്ഥിരം ഏർപ്പാടാക്കാനുള്ള ഗവർണറുടെ നടപടിയെ ആ നിലയിൽ കേരളം അനുവദിക്കില്ല, അംഗീകരിക്കില്ല. ഭരണഘടനാപരമായിട്ടാണ് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ പെരുമാറേണ്ടത്. അതുപോലെ തന്നെ സർവകലാശാല, കേരള നിയമസഭ പാസാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സർവകലാശാല ചാൻസലർ പ്രവർത്തിക്കേണ്ടത് നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായിട്ടാവണം എന്ന ശക്തമായ താക്കീതാണ് കേരളം ഈ വിദ്യാർത്ഥി പ്രതിഷേധത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. കേരളം ഇതൊന്നും വകവെച്ചു കൊടുക്കില്ല. അത്തരം ഉത്തരേന്ത്യൻ കാവി സംസ്കാരം, രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ ചെലവാക്കാം എന്നാണ് ഗവർണർ വിചാരിക്കുന്നത് എങ്കിൽ അത് ആ നിലയിൽ തന്നെ അതിനെ നേരിടും എന്നുള്ളതാണ് വളരെ ശക്തമായി തന്നെ ഇതിലൂടെ വിദ്യാർത്ഥി യുവജന പ്രവർത്തകർ നൽകുന്ന ഏറ്റവും ശക്തമായ മുന്നറിയിപ്പ്.